അമ്മ എന്തോ അമ്മ എടുക്കുന്നേ? എന്റെ കയ്യില് ശരിക്കും പറഞ്ഞ 1 രൂപ പോലും വെച്ചാൽ ഇരിക്കത്തില്ല. ജീരകട്ടീന്നില്ല പൈസ ഇട്ട് വെക്കുന്നതെന്ന് ഈ വീട്ടിലെല്ലാവർക്കും അറിയാം. ഞാൻ വയറ് കീറി അതിനകത്ത് 5 പൈസ വെച്ചാൽ ഒരു മനുഷ്യരും അതിനകത്ത് വെപ്പിച്ചേക്കത്തില്ല. അതുകൊണ്ട് ഈ 2000 രൂപ നീ പിടിച്ചു. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ ചോദിക്കാം, അല്ലെങ്കിൽ തരണമെന്നില്ല. നിനക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യം ഉണ്ടെങ്കിൽ നീ എടുത്തു. എനിക്ക് തരണമെന്നുമില്ല, നീ വെച്ചോ കയ്യിൽ. അഥവാ എന്തെങ്കിലും ആവശ്യം വരുമോ, വല്ല മീൻകാരോ എന്തെങ്കിലും 10 രൂപയ്ക്ക് മേടിക്കാനുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ചോദിച്ചോളാം. ഇത് നീ കൈ വെച്ചോ. വേഗം തന്നെ ഇപ്പൊ തന്നെ കൊണ്ടുപോയി. പിന്നെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് ഇത് കണ്ടില്ല, എൻ്റെ തന്നില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. ഞാൻ ചമ്മന്തി അരയ്ക്കാന്ന് വിചാരിച്ച് മാങ്ങ നോക്കിയതാണേ, ഒറ്റ മാങ്ങയില്ല. മോനെ ഞാൻ തന്നെ ആ പൈസ എടുത്തുകൊണ്ട് പോയിട്ട് നീ ഇച്ചിരി മാങ്ങ, ഒരു 1/2 കിലോ മാങ്ങ ഇങ്ങനെ മേടിച്ചോണ്ട് പോവാ. ഒരു കറിയും ഇല്ലെങ്കിൽ ഇച്ചിരി ചമ്മന്തി അരച്ചാലും നമുക്ക് ചോറുണ്ടാവല്ലോ. അതിനകത്തൊന്ന് ഇച്ചിരി എടുത്തോണ്ട് ഓടിപ്പോയി ഇങ്ങനെ മേടിച്ചോണ്ട് വെച്ചല്ലേ. ഞാൻ ആ തന്നതിനകത്തുനിന്ന് ഒരു 500 രൂപ എടുത്തോണ്ടോ, അമ്പലത്തിൽ പിരിവിന് കൊടുക്കാനാണ് എടുത്തോണ്ട് പോലെ. അവിടെ രസീത് എഴുതുന്നുണ്ട്, ആ അങ്കിളുടെ കയ്യിലോട്ട് കൊണ്ടുകൊടുക്കും. ഞാൻ അവർക്ക് കുടിക്കാനായിട്ട് വെള്ളം എടുക്കട്ടെ, വേഗം കൊണ്ടു കൊടുക്കണം കേട്ടോ. ചായയുടെ കൂടെ 4 മണിക്ക് കഴിക്കാനായിട്ട് ഒന്നുമില്ല. എനിക്ക് ഇനി ചൂടും പിടിച്ചൊന്നും ഉണ്ടാക്കാനൊന്നും വയ്യ. ഒരു കാര്യം ചെയ്യും, ആ പൈസക്കകത്തൊന്ന് ഇച്ചിരി എടുത്തുകൊണ്ട് പോയിട്ട് നീ ഇച്ചിരി പരിപ്പ് വടയോ ഉഴുന്നുവടയോ അങ്ങനെ എന്തെങ്കിലും നിനക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ നീ അതൊന്നും മേടിച്ചോ. വേഗം പോയി മേടിച്ചോണ്ട് തിരിച്ച് വരുന്ന വഴിക്ക് ആ കടയിൽ കയറിയിട്ട് 5 കിലോ പച്ചരിയും കൂടെ മേടിച്ചോണം കേട്ടോ. നാളെ എന്തെങ്കിലും രാവിലെ ഉണ്ടാക്കാനാണെങ്കിലും അരി ഇരിപ്പില്ല, അത് മേടിച്ചോണ്ട് ഓടുക. ഡി മോനെ, ആ പൈസയൊക്കെ തീർന്നു. ഇന്നലെ ഞാൻ തന്ന 2000 രൂപ എങ്ങനെ തീർന്നു? അമ്മ തന്നെയല്ലേ അവരൊന്ന് മേടിപ്പിച്ച്. എന്തെങ്കിലും 1-2 സാധനം അങ്ങോട്ട് മേടിച്ചു കഴിയുമ്പോഴത്തേന് 2000 രൂപയൊക്കെ തീർന്നു. നീ അതിനകത്തുനിന്ന് സത്യം പറഞ്ഞു, നീ അതിനകത്തുനിന്ന് എന്തുവാ മേടിച്ചത്? എന്റെ കയ്യിലിരുന്ന ചെലവായി പോകുമെന്ന് വിചാരിച്ചാ ഞാൻ നിന്റെ കയ്യിലോട്ട് തന്നത്. ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്നതിനേക്കാളും സ്പീഡിൽ നിന്റെ കയ്യിൽ നിന്ന് തീർന്നല്ലോ. എന്തെല്ലാം സാധനങ്ങളാ മേടിച്ച്? എടി, ഞാൻ നിന്റെ ഈ പൈസ സൂക്ഷിക്കാൻ തന്ന അടി കുഞ്ഞെ, ചെലവാക്കാനല്ല തന്നത്. ഞാനിപ്പൊ അതിന്റെ കണക്കും കാര്യങ്ങളും ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. അതിനകത്തൊന്ന് ഇച്ചിരി എടുത്തോണ്ട് പോയി ഞാൻ പറയുന്ന സാധനം ഒന്ന് മേടിച്ചു തന്നാ മതി. ഇച്ചിരി മീൻ പോയി മേടിച്ചോണ്ട് വരാനായിട്ട് പറയാൻ അങ്ങോട്ട് തുടങ്ങുമായിരുന്നു. 2 പരിപ്പ് വടയും 5 കിലോ പച്ചരിയും മേടിച്ചപ്പോഴത്തേന് ആ 2000 രൂപ തീർന്നോ? അത് കൊള്ളാവല്ലോ.